തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാള സിനിമയുടെ ശ്രീ വിടവാങ്ങി. നടൻ ശ്രീനിവാസന്റെ വിയോഗം 69-ാം വയസ്സിൽ. 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചത് 200-ലേറെ ചിത്രങ്ങളിൽ. തിരക്കഥാകൃത്തായും സംവിധായകനായും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. സംസ്കാരം നാളെ രാവിലെ 10-ന് കൊച്ചി കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരനെ അനുസ്മരിച്ച സാംസ്കാരിക കേരളം. മൂർച്ചയേറിയ പരിഹാസങ്ങളിലൂടെ പ്രേക്ഷകരെ വലിയൊരു തലത്തിലേക്ക് ഉയർത്താൻ ശ്രീനിവാസന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലത്തിനു മുന്നേ നടന്ന കലാകാരനെന്ന് വി ഡി സതീശൻ. വാക്കുകളിടറി സത്യൻ അന്തിക്കാട്. ഉറ്റ സുഹൃത്തിനെ നഷ്ടമായെന്ന് മോഹൻലാലും മമ്മൂട്ടി. എന്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. ആസ് എൻ ആക്ടർ, ആസ് എ റൈറ്റർ, ഒരു കൊളീഗ്, ഫ്രണ്ട് എന്നൊക്കെയാണ്. സൗഹൃദമല്ല, പ്രത്യേക ഒരു വൈകാരിക ബന്ധമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്ത ആളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി നൽകിയെന്ന് ഗോവർദ്ധന്റെ മൊഴി. പണം നൽകിയതിന്റെ തെളിവുകൾ SITക്ക് കൈമാറി. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ നടപടികളുമായി ED. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് പുറത്തായത് 24,80,000 പേർ. ഫോം പൂരിപ്പിച്ചു നൽകിയിട്ടും തന്റെ കുടുംബാംഗങ്ങളുടെ പേര് പട്ടികയിലില്ല എന്ന മുൻ MLA രാജാജി മാത്യു തോമസ്. SIR സമയപരിധി നീട്ടണമെന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. പിഴവ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തിരുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ.